ബ്രെഡ് ഉപയോഗിച്ച് ചെയ്യുന്ന നല്ലൊരു ഈസി സ്നാക്ക് റെസിപ്പിയുമായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. നമ്മളിത് മുക്കി പൊരിച്ചെടുക്കുന്നൊന്നുമില്ല, നല്ല ടോസ്റ്റ് ചെയ്തെടുക്കുന്ന ഒരു ബ്രെഡ് സ്നാക്കാണ്. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇത്. നമ്മൾ നോമ്പ് തുറ സമയത്തും അല്ലാത്ത സമയത്തൊക്കെ തയ്യാറാക്കി കഴിക്കാനായിട്ട്. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കും നോക്കാം. നമുക്ക് ആദ്യം തന്നെ ഇതിലേക്കുള്ള ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഒരു സോസ് പാൻ വെച്ചിട്ട് അതിലേക്ക് 1.5 ടേബിൾ സ്പൂണ് ഓയിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഓയിൽ ഒന്ന് ചൂടായി വന്നാൽ ഒരു മീഡിയം സൈസ് വലിപ്പമുള്ള സവാള ഒന്ന് ചെറുതായിട്ട് കൊത്തിയരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. സവാള നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് ക്യാപ്സിക്കമാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഞാൻ 3 കളറുള്ള ക്യാപ്സിക്കം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അത് ചേർത്ത് കൊടുത്താൽ മതി. ഇതിലേക്ക് നമുക്ക് പാകത്തിനുള്ള ഉപ്പ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ക്യാപ്സിക്കം കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയെടുത്ത ശേഷം നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എല്ലില്ലാത്ത ചിക്കന് കുറച്ച് ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്ത ശേഷം ഒന്ന് കൈകൊണ്ട് നുള്ളിയെടുത്തതാണ് കേട്ടോ ഇത്. അത് ഏകദേശം ഒരു 1.5 കപ്പിൻ്റെ അടുത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മസ്റ്റേർഡ് സോസാണ്. അത് ഏകദേശം 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ചില്ലി സോസാണ്, അതായത് ഹോട്ട് സോസ്. അത് ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ, ഒരുപാട് ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ട. നമ്മൾ ചിക്കനിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഹോട്ട് സോസിലും ഈ മസ്റ്റേർഡ് സോസിലൊക്കെ ഉപ്പുണ്ട്. അപ്പോൾ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്കിവിടെ തീ ഓഫാക്കാം. അപ്പോൾ നമ്മുടെ ഈ ഫില്ലിംഗ് ഒന്ന് ചൂടാറാനായിട്ട് നമുക്ക് വെക്കാം. ചൂടാറിയതിന് ശേഷമാണ് നമ്മളിത് തയ്യാറാക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ ചൂടാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് മയോനൈസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മയോനൈസ് ഇഷ്ടമില്ലെങ്കിൽ ക്രീം ചീസ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ഞാനിവിടെ ഏകദേശം 3 വലിയ ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മയോനൈസും ചീസും ഒന്നും നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ അത് ഒഴിവാക്കാവുന്നതാണ്. ഈ ഒരു ഫില്ലിംഗ് വെച്ച് തന്നെ നമുക്കിത് തയ്യാറാക്കാവുന്നതാണ്. ചെറിയൊരു ടേസ്റ്റിൽ വ്യത്യാസം ഉണ്ടാവുമെന്ന് മാത്രം. അപ്പോൾ ഇത് നന്നായിട്ട് ഇവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബ്രെഡ് എടുത്തിട്ട് അതിൻ്റെ സൈഡെല്ലാം ഒന്ന് കളഞ്ഞെടുത്ത ശേഷം നമുക്കൊന്ന് ഇത് പരത്തിയെടുക്കാം. അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള ബ്രെഡ് തന്നെ എടുക്കണം കേട്ടോ, എന്നാലേ നമ്മൾ പരത്തിയെടുക്കുമ്പോൾ പൊട്ടാതിരിക്കുകയുള്ളൂ. അപ്പോൾ നന്നായിട്ട് പരത്തിയെടുത്ത ശേഷം നമുക്കിതിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. നിങ്ങളുടെ ബ്രെഡിൻ്റെ വലുപ്പത്തിനനുസരിച്ച് ഇതിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഫില്ലിങ് വെച്ച് കൊടുത്ത ശേഷം ഒന്ന് റോൾ ചെയ്തെടുക്കുക. നിങ്ങൾക്ക് ഈ ഫില്ലിങ്ങിൻ്റെ കൂടെ വേണമെങ്കിൽ ചീസ്, ഗ്രേറ്റ് ചെയ്ത ചീസ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ റോൾ ചെയ്യുന്ന സമയത്ത് ഇതിവിടെ ഇങ്ങനെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ഇത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഒന്നെങ്കിൽ വെള്ളം വെച്ചിട്ട് ഇതുപോലെ ഒന്ന് നനച്ചിട്ട് ഒട്ടിച്ച് കൊടുത്താൽ മതി. അപ്പോൾ അതങ്ങനെ സ്റ്റിക്കായിട്ട് നിന്നോളും. ഇതുപോലെ എല്ലാം റോൾ ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഇനി വെള്ളം വെച്ചിട്ട് ഒട്ടിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ കുറച്ച് മൈദ ഒന്ന് വെള്ളത്തിൽ കലക്കിയിട്ട് ഒരു പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് അങ്ങനെ വേണമെങ്കിൽ ഒട്ടിക്കാവുന്നതാണ്. ഇതേപോലെ മൈദ കുറച്ചൊന്ന് വെള്ളത്തിലൊന്ന് കലക്കിയെടുത്താൽ മതി. ഒരു സ്പൂണൊക്കെ മതിയാവും കേട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ വെള്ളത്തിനെക്കാട്ടി കുറച്ചുകൂടി ഈസി ആയിട്ട് എനിക്ക് എപ്പോഴും തോന്നുന്നത് ഇതാണ്. നന്നായിട്ട് തന്നെ ഇവിടെ സ്റ്റിക്കായിട്ട് നിൽക്കും. ഇനി നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ഓരോ ബ്രെഡ് റോൾസും ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രൈ പാന് ചൂടായി വന്നാൽ നമ്മൾ തയ്യാറാക്കിയ ബ്രെഡ് ഇതിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ തയ്യാറാക്കിയ ബ്രെഡ് റോള് ഓരോന്ന് വെച്ചിട്ട് നമുക്ക് ടോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് ബട്ടർ ഒന്ന് മെൽറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ 2 അല്ലി ഗാർലിക് നല്ല പൊടിയായിട്ട് അരിഞ്ഞെടുത്ത ശേഷം ഇതിലേക്ക് ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് മല്ലിയില വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു മെൽറ്റാക്കിയ ബട്ടർ ഞാൻ ഇതിൻ്റെ മേലെ ചെറുതായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഗാർലിക് ചേർത്ത് ചെയ്യുമ്പോണ്ടല്ലോ നല്ലൊരു സ്മെല്ലായിരിക്കും നമ്മുടെ ഈ ബ്രെഡിന്, നല്ലൊരു ടേസ്റ്റും ആയിരിക്കും. അപ്പോൾ ഒരുപാടൊന്നും ചെയ്യേണ്ട കേട്ടോ, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. ആ ഗാർലിക്കിൻ്റെ ടേസ്റ്റൊക്കെ കിട്ടുമ്പോൾ നല്ലൊരു നമ്മൾ സാധാരണ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുന്ന ഗാർലിക് ബ്രെഡിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഒരു ഭാഗം ടോസ്റ്റായി വന്നാൽ നമുക്ക് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇത് നിങ്ങളുടെ കയ്യിൽ ടോസ്റ്റർ ഉണ്ടെങ്കിൽ ടോസ്റ്ററിൽ വെച്ചിട്ടും ചെയ്യാം കേട്ടോ. അപ്പോൾ അത് ബ്രെഡ് ഒരു ഗോൾഡൻ കളറിൽ ടോസ്റ്റ് ആയിട്ട് വന്നാൽ നമുക്ക് എടുത്തു മാറ്റാം. നല്ലൊരു സ്മെല്ലും നല്ലൊരു ഫ്ലേവറും ആണ് കേട്ടോ നമ്മുടെ ഈ ഒരു ഗാർലിക് ബ്രെഡ് റോളിന്. ഇതിങ്ങനെ ഗാർലിക്കൊക്കെ ചേർത്ത് ടോസ്റ്റ് ചെയ്തതിനെ കൊണ്ട് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. പിന്നെ ഉണ്ടാക്കാനും വളരെ ഈസിയാണ്. അപ്പോൾ ഞാനിവിടെ കുറച്ച് ഇതൊന്ന് ടോസ്റ്ററിൽ ചെയ്തെടുത്തതാണ്. ഇതിൻ്റെ ഉള്ളിൽ ഞാൻ ചീസ് കുറച്ച് ഫില്ല് ചെയ്തിട്ട് ഉണ്ടായിരുന്നു. ഇതാണ് ചീസ് ഫില്ല് ചെയ്ത് ചെയ്യുമ്പോൾ ഇങ്ങനെ വലിഞ്ഞ് വരും. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ എൻ്റെ അടുത്തുനിന്ന് മിസ്സായിപ്പോയി, അതുകൊണ്ടാണ് കാണിക്കാനായിട്ട് പറ്റാഞ്ഞത്.
അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി പുതിയൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.